പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നമുക്കൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഏതെങ്കിലും ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ട കാര്യമുണ്ട് എന്ന ഒരു സൂചന പോലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാക്കുകളിൽ ഉണ്ടായില്ല. കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഈ കഴിഞ്ഞ മണിക്കൂറിലെല്ലാം പറഞ്ഞത് കേട്ടപ്പോൾ ഒരുപക്ഷെ BJP അടക്കം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഒരു രാജിയായിരിക്കും, പക്ഷെ അത് ഉണ്ടായില്ല. എന്താണ് പ്രശാന്ത്, രാഹുലിന്റെ പ്രതികരണത്തിൽ എന്താണ് BJPയുടെ മറുപടി? അല്ല, ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഇരട്ടത്തപ്പാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ രാഹുൽ രാജിവെക്കണം എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് അതേ കോൺഗ്രസ് പാർട്ടി തന്നെ രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതേ കോൺഗ്രസ് നേതാക്കന്മാരുടെ പിന്തുണ തന്നെയാണ് രാഹുലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 4 ദിവസമായി കേരളം മുഴുവൻ ആ വോയിസ് നോട്ടുമായി, ഓഡിയോ മെസ്സേജുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടും അതിനെക്കുറിച്ച് അത് എന്റേതല്ല എന്നോ ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെ ഞാൻ നടപടി കൈക്കൊള്ളുമെന്നോ ഇതിന്റെ ആധികാരികത തെളിയിക്കുന്നതിനായി ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നോ യാതൊരുവിധ ഒരു വേർഡും രാഹുലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെക്കുന്ന സമയത്ത് ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുക, എന്നിട്ട് അതേ ആള് തന്നെ പാലക്കാട് MLA ആയിട്ട് തുടരുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഡബിൾ സ്റ്റാൻഡാണ്. ഇത് അനുവദിക്കാവുന്നതല്ല. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെയോ അകത്തുള്ള ആഭ്യന്തര പ്രശ്നമല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദം രാജിവെച്ചാൽ തീരുന്നതല്ല. ഇവിടെ ഇന്നലെ പുറത്തു വന്ന മെസ്സേജുകൾ നമ്മൾ എല്ലാവരും കേട്ടതാണ്. എറണാകുളം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ എറണാകുളത്ത് പെൺകുട്ടികൾക്ക്, അവരുടെ പാർട്ടിയിൽപ്പെട്ട പെൺകുട്ടികൾക്ക് പോലും അവരുടെ സംഘടനയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മെസ്സേജുകൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തുടർച്ചയായി ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം പാലക്കാട് MLA ആയി തുടരുന്നതിന് ഒരു നിമിഷം പോലും യോഗ്യനല്ല. പ്രശാന്ത്, അവന്തികയുടെ ഫോൺ സംഭാഷണം അടക്കം പുറത്ത് വിട്ടുകൊണ്ട് രാഹുൽ ഒരു വിശദീകരണം നടത്തിയിട്ടുണ്ടായി. News 18 അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ സമൂഹ മാധ്യമങ്ങളടക്കം താങ്കളാണ് അവന്തികയെ കൊണ്ട് ഈ ആരോപണം ഉന്നയിപ്പിച്ചത്, ഈ പരാതി കൊടുപ്പിച്ചത് എന്ന തരത്തിലുള്ള വലിയ പ്രചാരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്താണ് മറുപടി? അല്ല, ആളുകൾക്ക് ഇത്തരത്തിൽ പലതും പറയാം. ഇതിനകത്ത് അവന്തികയുമായി ബന്ധമുണ്ട് എന്ന് രാഹുൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ അവന്തിക പ്രസ് മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇദ്ദേഹം തുടർച്ചയായി മാറി മാറി വിളിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് അവന്തിക തന്നെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു വിഷയമല്ല, ഇവർ പറയുന്ന ഇവരുടെ ലോജിക്ക് തന്നെ ഉപയോഗിച്ചോളൂ. ഇവർ പറയുന്ന തരത്തിലുള്ള സ്ട്രാറ്റജി ഇതിന് പുറകിൽ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ പുറത്തു വന്ന വോയിസ് നോട്ടും ഈ വാട്സാപ്പ് ചാറ്റും അദ്ദേഹത്തിന്റെ ഗർഭഛിദ്രം നടത്തുന്നതിന് അബോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഓഡിയോയും എല്ലാം ഇതെല്ലാം ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് രാഹുലല്ലേ? എന്തുകൊണ്ട് അതിനൊന്നും ഉത്തരം പറയുന്നില്ല? എന്തിനാണ് അയാൾ മാറി മാറി അവന്തികയെ വിളിച്ചതെന്ന് എന്നുള്ളതിന് ഉത്തരം പറയുന്നില്ല? അവന്തികയോട് ഞാൻ ഇത്തരത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ ഒരു ഒളിച്ചോട്ടം നടത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന സമീപനമാണ് രാഹുൽ സ്വീകരിക്കുന്നത്. ഈ പ്രശാന്ത്, രാഹുൽ പറയുന്നത് പത്രക്കാർ ഉൾപ്പെടെ, News 18 അടക്കമുള്ള പത്രക്കാർ ഉൾപ്പെടെ ചേർന്നൊരു ഗൂഢാലോചന നടത്തുന്നു. ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ അവന്തികയുടെ ഈ ഇടപെടൽ. അതിൽ ഇപ്പൊ പറഞ്ഞ പോലെ താങ്കൾ അതിന് പിറകിൽ നിന്ന് ചരട് വലിക്കുന്നു. പരിപൂർണമായിട്ട് രാഹുൽ പറഞ്ഞ വാദങ്ങളെ എങ്ങനെയാണ്, ആ പോയിന്റുകളെ എങ്ങനെയാണ് ഖണ്ഡിക്കുക പ്രശാന്ത് ശിവൻ? അല്ല, ഇത്രത്തോളം അദ്ദേഹത്തിന് ചാനലുകാർ, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന ആ കോൺസ്പിറസിയുടെ ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം നിയമ നടപടിയിലേക്ക് കടക്കാത്തത്? എന്തിനാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദം രാജിവെച്ചത്? എന്തുകൊണ്ടാണ് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത്? ഇവിടെ BJP-ക്കാർ മാത്രമല്ല പറയുന്നത്, കേരളം മുഴുവൻ പറയുന്നുണ്ട് ഇദ്ദേഹം രാജിവെച്ചേ തീരൂ എന്ന് പറയുന്നത്. ഇത് രാഷ്ട്രീയപരമായ വിഷയമല്ല, ഇത് ബാധിക്കപ്പെട്ടിട്ടുള്ള നിരവധി പെൺകുട്ടികളുടെ വിഷയമാണ്. അതിനകത്ത് എന്താണ് അദ്ദേഹം മറുപടി പറയാത്തത്? അപ്പൊ ഇവിടെ ഇത്തരത്തിൽ എന്തെങ്കിലും പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഉറപ്പായും രാഹുൽ രാജിവെച്ചേ തീരൂ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഓഗസ്റ്റ് 1-ാം തീയതിയിലെ ആണ് ഈ രാഹുൽ പുറത്തോട്ട്. പ്രശാന്ത് അത് കേട്ടല്ലോ അല്ലേ? അത് അങ്ങനെ തന്നെ ഓഗസ്റ്റ് 1 തൊട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു, അന്ന് ലഭിച്ച ഓഡിയോ ക്ലിപ്പ് അങ്ങനെ പറഞ്ഞു തന്നെയാണ് രാഹുൽ അത് പുറത്തു വിട്ടിരിക്കുന്നത്. പ്രശാന്ത്, അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ ഇത്തരത്തിലുള്ള ഒരു മാനിപ്പുലേറ്റ് ചെയ്ത ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നല്ലോ. അപ്പൊ അതൊന്നും ഇതിനകത്ത് വിഷയമുള്ള കാര്യമേ. അദ്ദേഹം ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അദ്ദേഹം രാജിവെച്ചേ തീരൂ. ഇവിടെ നിരവധിയായ തെളിവുകൾ ഇവിടെ
പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ വോയിസ് നോട്ടുകള്, സംഭാഷണങ്ങള്, വാട്സാപ്പ് ചാറ്റുകൾ, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെയുള്ള നിരവധി വിവരങ്ങളാണ് ഇവിടെ പുറത്തു കിടക്കുന്നത്. ഇതിനെയൊക്കെ എന്ത് പറഞ്ഞാണ് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നത്? പ്രശാന്ത്, ഇപ്പോൾ ഇത്രയും ആരോപണങ്ങൾ മുന്നിൽ നിൽക്കുന്നു, തെളിവുകൾ നിൽക്കുന്നു, കോൺഗ്രസ് ഇരട്ടത്താപ്പ് നടത്തുന്നു എന്ന് പറയുമ്പോൾ പോലും രാഹുലിന് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രകടമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ് അപ്പോഴും ഈ രാജിയിലേക്ക് കടക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൃത്യമായുള്ള ഒരു സംരക്ഷണം അവിടെ ഉണ്ടോ? അതൊരു പാർട്ടി മൊത്തത്തിൽ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുകയാണോ? അത് കൃത്യമായ ഒരു കാവൽ സംരക്ഷണം രാഹുലിന് പാർട്ടിക്കകത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്നാണോ? അല്ല, BD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഡബിൾ സ്റ്റാൻഡാണ് ഇതിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്നുകിൽ ഇവർ എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അദ്ദേഹം രാജിവെച്ചത്? ഇവിടെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിനെതിരായ തെളിവുകൾ പലതും പുറത്തു വന്ന സമയത്ത് രാജിവെക്കുന്നു. പിന്നെ MLA പദം രാജിവെക്കേണ്ടതല്ലേ? ഇത് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര വിഷയമല്ലല്ലോ, ഇത് മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചേ പറ്റൂ. ഇവിടെ കോൺഗ്രസുകാർ എടുക്കുന്ന ഡബിൾ സ്റ്റാൻഡാണ്, BD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഡബിൾ സ്റ്റാൻഡാണ് ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. പ്രശാന്ത് ശിവൻ പ്രതികരിച്ചത് ഇതിൽ ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് നടത്തുന്നത് എന്ന് പറയുന്നു. നേരത്തെ അവന്തികയുടെ ഓഡിയോ സംഭാഷണം പുറത്ത് വിട്ട് രാഹുൽ നടത്തിയ വാദം പരിപൂർണമായിട്ട് ന്യൂസ് 18 പൊളിച്ചടുക്കിയതാണ്. ആ വിഷയം തന്നെ BJP ആണ് ഇതിന് പിറകിൽ, പ്രശാന്ത് ശിവനാണ് അവന്തികയെ കൊണ്ട് ഈ നീക്കം നടത്തിയത് എന്നതടക്കമുള്ള ആരോപണങ്ങളുടെ മറുപടി കൂടിയാണ് പ്രശാന്ത് ശിവൻ നടത്തിയത്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം അതാർക്ക് നേരെയുള്ള സൂചനകളാണ് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ് പോസ്റ്റിലുള്ളത്. പക്ഷേ ഈ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്ന വാക്കുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിലവിലെ സ്ഥിതിയല്ലേ വ്യക്തമാക്കുന്നത് എന്നുള്ള ചോദ്യം സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ പോസ്റ്റിന് താഴെയുള്ള പ്രതികരണങ്ങളൊക്കെ പറയുന്നതും അങ്ങനെ തന്നെയാണ്. പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കളൊക്കെ രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഈ പോസ്റ്റ് വരുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. എന്താണ് രാഹുൽ പറഞ്ഞത്? താൻ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നതിനപ്പുറം എല്ലാ പ്രതിസന്ധിയിലും പാർട്ടിക്ക് വേണ്ടി ന്യായീകരിക്കാനും പ്രതിരോധിക്കാനും സമൂഹ മാധ്യമങ്ങളിലും സമരങ്ങളിലും പ്രവർത്തിച്ച ആളെന്ന നിലയിലാണ് തനിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ താൻ കാരണം പാർട്ടി പ്രവർത്തകർക്ക് തലകുനിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഉൾക്കൊള്ളാനാകില്ല എന്ന് പറയുന്നിടത്ത് ആക്രമണം ഉണ്ടാകുന്നത് പുറത്തു നിന്നാണോ അകത്തു നിന്നാണോ എന്നുള്ളത് വേണമെങ്കിൽ ആലോചിച്ച് കണ്ടെത്തിക്കോളൂ എന്ന തരത്തിലുള്ള ചില സൂചനകളൊക്കെ രാഹുൽ നടത്തുകയാണ്. ആ രീതിക്ക് കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു, കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പടം പോസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ കോൺഗ്രസിനകത്ത് ഇനി ഏത് നിലപാടിലേക്ക്, കോൺഗ്രസ് എന്താണ് ചെയ്യുക? രാഹുലിന്റെ രാജി ആവശ്യപ്പെടുമോ? തൽക്കാലത്തേക്ക് മാറി നിൽക്കാൻ പറയുമോ? എഴുതി വാങ്ങിക്കുമോ? ഏത് തരത്തിലാണ് ഇനി പാർട്ടി ഇത് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. തദ്ദേശ